നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് മറ്റേ 4 പേര് ആക്സിഡന്റ് പറ്റി ഒരേപോലെ മരിച്ചില്ലേ? അതെ, പാലക്കാട് ലോറി അപകടത്തിൽ 4 സ്കൂൾ കുട്ടികൾ 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന 4 കുട്ടികൾ ബസ്സിനകത്ത് നിൽക്കെ അവരുടെ ലോറി ഇടിക്കുകയായിരുന്നു. അങ്ങനെ 4 പേരും മരിക്കുകയുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ അവരുടെ ഖബറടക്കമായിരുന്നു ഇന്നലെ അല്ലേ? ഇന്നലെ. അപ്പം ഉറ്റവർ അന്തി ഉറങ്ങി ഒരുമിച്ച്. അപ്പോൾ അവർ ചെറുപ്പം തൊട്ട് തന്നെ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും അല്ലേ? ഇപ്പം മരിക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ അത് ഇന്നലെ ന്യൂസിനകത്തൊക്കെ ഇത് വളരെ എല്ലാവരെയും ഒരു സങ്കടത്തിലാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ ഖബറടക്കമൊക്കെ പല ന്യൂസ് ചാനൽസിലും ലൈവായി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അത് എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ശരിക്കും അനുഭവിക്കുന്ന ആൾക്കാർ അവരുടെ അവസ്ഥ എന്തായിരിക്കും? വീട്ടുകാർക്കൊക്കെ വളരെയധികം സങ്കടമായിരിക്കും. അപ്പം ഹൃദയം നുറങ്ങിയ വേദനയിൽ ഉറ്റ സുഹൃത്തുക്കൾക്ക് നാട് വിട നൽകി. പാലക്കാട് കരിമ്പ പനയമ്പാടം വളവിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ചേറുള്ളി പെട്ടേത്തൊട്ടി വീട്ടിൽ അബ്ദുൾ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിദ ഫാത്തിമ, പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലീമിൻ്റെയും ഫരീസയുടെ മകൾ ഇർഫാന ഷെറിൻ, കവുളങ്ങേൽ വീട്ടിൽ അബ്ദുൾ സലീമിൻ്റെയും നബീസയുടെ മകൾ നിത ഫാത്തിമ, അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെ മകൾ ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയോടെ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ ഖബറടക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 5:15 മൃതദേഹങ്ങളുമായി ആംബുലൻസ് കരിമ്പയിൽ നിന്ന് പുറപ്പെട്ടത്. ഉറ്റവരുടെ കണ്ണീര് പോലെ പെയ്യുന്ന ചാറ്റൽ മഴയിലും നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം പൊന്നോമനകളെ ഒരു നോക്ക് കാണാൻ ഓരോ വീട്ടിലും എത്തി. പൊട്ടിക്കരയുന്ന വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ അധ്യാപകരും പാടുപെട്ടു. പ്രാർത്ഥനയ്ക്ക് ശേഷം മൃതദേഹം വീടുകളിൽ നിന്ന് എടുക്കുമ്പോൾ മാതാപിതാക്കൾ ഹൃദയം തകരുന്ന വേദനയിൽ നിലവിളിച്ചു. അപ്പോൾ MLA-മാരായ K. ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ വീടുകളിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രാവിലെ 8ഓടെ വീടുകളിൽ നിന്ന് മൃതദേഹങ്ങൾ തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണേലും എന്താ സങ്കടം ഉണ്ടാക്കുന്ന ശരിക്കും. കാരണം അവരെ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ചാണ് പഠിച്ചത്, ഒരുമിച്ച് മരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുമിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അവരുടെ ഫോട്ടോസിൽ അവർ 4 പേരും ഒരുമിച്ചാണ്. അത്ര ഒരു തിക് ഫ്രണ്ട്സ് ആയിട്ടുള്ള 4 പേര് മരണത്തിലും ഒരുമിച്ചാകുമ്പോൾ ഒരു സങ്കടം എന്തായാലും ഉണ്ടാകും. കാരണം ആ കുടുംബക്കാർക്കും അത്രമാത്രം അത് എഫക്റ്റ് ചെയ്യും. ഇതിനെ കുറിച്ച് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. എന്താ പറയാ, അപകടത്തെ കുറിച്ചിട്ടൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സങ്കടകരമായൊരു കാര്യം. എന്തായാലും ഇനി എങ്ങനത്തെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ ഒരു പ്രദേശത്ത് ഒന്നാമത് ഡേഞ്ചർ സോൺ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പറയുന്നുണ്ട് അവർക്ക് അപകടം ഒരു പുതിയ കാര്യമല്ലെന്ന്. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയാലും അത് തെന്നി വീഴാനുള്ള വളരെ ചാൻസ് കൂടിയ ഒരു റോഡാണ്. അവിടേക്ക് ഒരു ഹെവി ലോഡുമായിട്ടൊരു വാഹനം വരുമ്പോൾ തൊട്ടടുത്ത് സ്കൂളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെയായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യല്ലേ.